ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റൈസ് റെസിപ്പി ആയിട്ടാണ്. വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റൈസിന് നമുക്ക് പുലാവ് എന്നും പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അരമണിക്കൂർ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ നമ്മൾ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കനിലേക്കുള്ള ഒരു മസാല ഒന്ന് വരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത് മൂന്നും കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒട്ടും ടൈമില്ല എങ്കിലും നിങ്ങൾ 15 മിനിറ്റ് മസ്റ്റായിട്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം നമ്മൾ ഇനി ഈ ചിക്കനിലോട്ട് വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും സംഭവങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു 3 സവാള എടുത്തിട്ടുണ്ട്, കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാനിലല്ല, കുറച്ച് വലിയ പാത്രത്തിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ പാത്രം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വലിയ പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയല്ല ഫ്രൈ ആക്കി എടുക്കുക തന്നെ വേണം. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫ്രൈ ആക്കി എടുക്കില്ലേ, അതിനേക്കാളും ഒന്നും കൂടെ ഡാർക്കായിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു ബ്ലാക്ക് കളർ എന്നാൽ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്പ്പ് രസമാവുമല്ലോ. അങ്ങനെ ഒരു കരിയണേൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു അവസ്ഥ വരെ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 4-5 കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 തക്കോലം, 1.5 ടീസ്പൂണ് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ജീരകം ഇത്തിരി അധികം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളത്തിന് ആ ഉള്ളിയുടെ ആ ഒരു കറുപ്പ് കളർ ഇറങ്ങുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു കറുപ്പ് കളറായിട്ട് വേണം നമ്മൾ വെള്ളം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫുള്ളായിട്ട് കുക്കാവുന്നത് വരയ്ക്ക് നമ്മൾ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണിത് ചെയ്യാൻ. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളൊന്നുമില്ല, പ്രതീക്ഷിക്കാതെ ഗസ്റ്റ് വന്നാലും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു റൈസാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമുക്കതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരയ്ക്ക് ആവാം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം ആക്കേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ വെള്ളമില്ലേ, ആ വെള്ളം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ സവോളയും അതുപോലെ മസാലാസൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രമാണ് എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് തന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് ഫ്രൈ ആവേണ്ട ഒന്നും കാര്യമില്ല, ഒരുപാട് കുക്കാവേണ്ടയും കാര്യമില്ല. കാരണം നമ്മൾ ഇനി ഇതാ ആ വെള്ളത്തിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസും ചിക്കനും ഒപ്പം തന്നെ ഒന്നുകൂടെ വെന്ത് കിട്ടണതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്.
ഞാനിവിടെ 2 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 3 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 1 കിലോ 1.25 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ലോണം മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാഗി ക്യൂബ് വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നാരങ്ങ കൂടെ, നമ്മുടെ ഉണങ്ങിയ നാരങ്ങയില്ലേ മന്തിക്ക് യൂസ് ചെയ്യണേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലില്ലേ, നമ്മൾ ഇതുവരെ ഇതിലേക്ക് എക്സ്ട്രാ ഓയിൽസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലോട് കൂടെ തന്നെ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് കുറച്ചൊരു നമ്മുടെ മന്തിയുടെ ഒക്കെ ഒരു ടൈപ്പ് പോലെ ഒരു ഇത്തിരി ഓയിലിയാണ്. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഇത്തിരി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണമല്ലോ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് അതൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവും നല്ലത് കേട്ടോ. കാരണം നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കനിലും ഉപ്പുണ്ട്. അപ്പം മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഉപ്പിൻ്റെ കാര്യം നന്നായി നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനൊരു നുള്ളു ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നതാവും നല്ലത്. കാരണം അപ്പം നമുക്ക് ആ മാഗി ക്യൂബിലത്തെ മസാല ഒക്കെ ഇറങ്ങിയാലല്ലേ ഉപ്പ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. എന്നിട്ട് ഞാനൊരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അല്പം ഉപ്പ് കുറവായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നന്നായി ശ്രദ്ധിക്കണം. 3 മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതന്നെ ഇതിലേക്ക് അത്യാവശ്യമുള്ള മസാല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നത് വരെ അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാക്കൊത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ സംഭവങ്ങളും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ക്യാരറ്റ് നമ്മൾ നീളനെ കട്ടി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ ഒരു തേങ്ങാക്കൊത്തിട്ട് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മളതിലേക്ക് ഒരു സ്റ്റൗ ഓഫ് ചെയ്യുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നായിട്ട് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പീസും ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു അല്പം മല്ലിയിലയും കൂടെ ഞാനിതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മല്ലിയില, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ ഓയിലിൻ്റെ അളവ് വളരെ കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും എല്ലാം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു റൈസ് തന്നെയാണിത്. അപ്പോൾ അത് നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് ദമ്മാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാം. സ്മോക്കി ടേസ്റ്റ് ഇപ്പോൾ മന്തി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ കനൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്മോക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല സ്മെല്ലാണ്, ആ സ്മോക്കി സ്മെല്ല്. അതുപോലെ തന്നെ ആ സ്മോക്കി ടേസ്റ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ല, അതിനുള്ള ടൈമില്ല എന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതുപോലെ കണൽ ഇല്ല എന്നുണ്ടെച്ചെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഈ സ്മോക്കി കൊടുക്കണം നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ. അത് ഞാനൊന്ന് ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലും ടേസ്റ്റും ഉണ്ട് ആ സ്മോക്കിയുടെ. അപ്പോൾ അതാ നമ്മൾക്കിവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത്ര ഓയിലി ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ, കഴിക്കുമ്പോഴും ഇല്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.